തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതൊരു വസ്തുതയാണ്. അത് നമ്മൾ കാണണം. കാരണം ഈ ഡോക്ടർമാരിലും പേഷ്യൻസും തമ്മിലുള്ള അനുപാതം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് ആ വിടവ് പരിഹരിക്കുക എന്നുള്ളതാണ്. 1700ഓളം ഔട്ട് പേഷ്യൻസ് ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്. 1700 പേര് വരുന്നുണ്ട്. അവരെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർ സംവിധാനം അവിടെ ഇല്ല. 10 മിനിറ്റ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണ്. മിനിമം 10 മിനിറ്റ്സ് ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ വേണം. 1 മിനിറ്റിൽ താഴെ കിട്ടുന്നൊരവസ്ഥയുണ്ട്. കാരണം ഡോക്ടർക്ക് താല്പര്യക്കുറവുള്ളത് കൊണ്ടല്ല, അത്രയും അധികം ഡിമാൻഡുള്ള പേഷ്യൻസ് അവിടെ നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ ഡോക്ടർമാർ വേണം. അത്രയും മികച്ച ഡോക്ടർമാരെ കണ്ടെത്തണം. ആ ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ ബേസ് സാലറി പാക്കിൽ ഈ ഡോക്ടർമാർ ഇവിടെ വരണം. കാരണം 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പുറത്തുനിന്ന് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി അടയ്ക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് എൻട്രി കേഡറിൽ ഒരു ഡോക്ടറെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന സാലറി എന്ന് പറയുന്നത് അത്രയും ചെറുതായിരിക്കും. അതേസമയം പി ജി കൂടി വരുന്ന മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25 കോടി രൂപയ്ക്ക് പി ജി പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അയാൾക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ മുതൽ തന്നെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ മുതൽ തന്നെ ഇതിൻ്റെ ഈ മൂല്യശോഷണം തുടങ്ങുന്നുണ്ട്. അതെല്ലാം അതാതു കാലഘട്ടങ്ങൾ ഇതിനെ പ്രൈവറ്റൈസ് ചെയ്യുകയും ഇതിനെ ലിബറലൈസ് ചെയ്യുകയും ചെയ്ത ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അടിസ്ഥാനമായുള്ള പ്രശ്നം ഇപ്പോഴും ഈ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ എന്നീ മെഡിക്കൽ കോളേജുകളിൽ 1800ഓളം മൊത്തം സ്റ്റാഫുകളുണ്ട്. അത്രയും വേക്കൻസികളാണ്. ഡോക്ടർ വേക്കൻസി മീൻസ് അത്രയും പേരാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 12 മെഡിക്കൽ കോളേജുകൾ, പുതുതായിട്ട് വന്ന മെഡിക്കൽ കോളേജുകളടക്കം 12 മെഡിക്കൽ കോളേജുകളെ കണക്കിലെടുത്താൽ തസ്തിക കൂട്ടി വരുമ്പോൾ 2300 ഇതെങ്ങനെ സംഭവിക്കുന്നു? ചില തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്താത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള 6 മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന അതേ സ്റ്റാഫ് പാറ്റേൺ കൊണ്ട് 12 മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുക സാധ്യമല്ല. അപ്പോൾ ആ സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരണം. കൂടുതൽ ഡോക്ടർമാരെ വേണം. ഈ എൻട്രി കേഡറിൽ തന്നെ ഡോക്ടർമാരുടെ നിയമനം സാധ്യമാവണം. ഇല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ഡോക്ടർ അനുപാതം എന്നുള്ളത് തെറ്റും. അങ്ങനെ തെറ്റുമ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാർ സമ്മർദ്ദമുണ്ടാവും. ഈ ചീട്ടുകൾ മാറിപ്പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു പേഷ്യൻറ്റിന് ഒരു കുട്ടിയുടെ കൈയുടെ വിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം ചുണ്ടിൽ ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു വീഴ്ചയാണ് നാവിൽ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പേഷ്യൻറ്റിനെ മാറി എന്ന് മാത്രമല്ല, തൊട്ടടുത്തിരുന്ന 5ഉം 6ഉം ഒരു ബെഡിൽ തന്നെ 6ഉം 7ഉം 8ഉം പേഷ്യൻസിനെ കിടത്തി ശസ്ത്രക്രിയയ്ക്ക് ഒരിക്കലും വിധേയമാകാൻ പറ്റാത്തിടത്തോളം കാലം നിൽക്കുന്നുണ്ട്. അവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പ്രാണവായു കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇപ്പോഴുമുണ്ട്. അത് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ എണ്ണത്തിലാണ്. അത് പരിഹരിക്കേണ്ടതുണ്ട്. കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ വേണം. എന്തിനേറെ സ്കാനിങ് മെഷീൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് നിരന്തരം നമ്മൾ പറയുന്നത് സ്കാനിങ് മെഷീനുകൾ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി മാസങ്ങളോളം കാത്തിരിപ്പാണ്. 6 മാസം 7 മാസം കാത്തിരുന്നാൽ മാത്രം സാധ്യമാവുന്ന സ്കാനിങ് സംവിധാനമാണ്. ഈ പ്രൈവറ്റുകളെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ട് അതിനുള്ളിൽ ലോബിയുണ്ട്. ആ ഘട്ടങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതിൽ എത്ര സ്കാനിങ് മെഷീൻ ശരിയാക്കി വെച്ചാലും വളരെ പെട്ടെന്ന് സ്കാനിങ് മെഷീനുകൾ സർക്കാർ ആശുപത്രികളിൽ കേടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അനാസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാടിനോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നതുമില്ല. Meet the editors.